എം ജയചന്ദ്രൻ എന്തായാലും മന്ത്രിയെ തടയുകയും മന്ത്രിക്ക് ഇങ്ങനെ പരിക്കേൽക്കാൻ ഇടയായ സാഹചര്യവും അതെന്തായാലും അപലപിക്കേണ്ടത് തന്നെയാണ്. അത് മോശമായിപ്പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ പറയുന്ന നറേറ്റീവ് ഒക്കെ അതിനുശേഷം നടന്നത്, ഇതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധം വേണം, മന്ത്രിയെ വകവരുത്താനായിരുന്നു ശ്രമം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് തള്ളിവിടേണ്ടതുണ്ടോ ഈ സമയത്ത്? അല്ല, ഇത് മഞ്ജുഷ് ഇതിനെ നരേറ്റീവ് എന്ന് പറയുന്നതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു. നരേറ്റീവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നതാണല്ലോ. ഇവിടെ ഞാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്കുകൾ ആദ്യം ക്ലിപ്പിംഗ്സോടെ കാണിച്ചല്ലോ, ഞാൻ അത് തന്നെ മുഖവിലേക്ക് എടുക്കുന്നു. മഞ്ജുഷെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഹലോ. ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ തന്നെ ഇക്കാര്യത്തിൽ മുഖവിലേക്ക് എടുക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 4 KSUക്കാരും 35 പോലീസുകാരും. അത് ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. 4 കേസുകാരാണ്. KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും 3 പേരും. തൗഫീഖ് അത് അങ്ങനെ തന്നെ വ്യക്തമാക്കിയല്ലോ. ഈ ജില്ലാ പ്രസിഡന്റിന്റെ പേര് ഉൾപ്പെടെ തൗഫീഖ് പറഞ്ഞിരുന്നു. അപ്പൊ ഈ 4 പേരാണ് കക്ഷികൾ. 35 പോലീസുകാരെന്നുള്ളത് അതിശോക്തി ഉണ്ടാവാം, ഇരിക്കട്ടെ, പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ അത് തന്നെ വെക്കുന്നു. പക്ഷെ എന്തിനാണ് ഈ ഇവരവിടെ ചെല്ലുന്നത്? എന്തിനാണ്? KSUവിനെ കണ്ണൂരിലെ ആകപ്പാടെ 4 പേരെ ഉള്ളോ? അല്ലല്ലോ. നമ്മള് ഇവരുടെ പ്രതിഷേധങ്ങൾ ഒരുപാട് കണ്ടല്ലോ, കണ്ണൂരിൽ, കേരളത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും. അപ്പോ ഇതിനൊരു വ്യക്തമായൊരു പദ്ധതി, വ്യക്തമായ ഷെഡ്യൂളുണ്ട്. ഇന്നത്തെ വീണ ജോർജിനെതിരെയുള്ള നടന്നു, നമ്മളിപ്പോ നിങ്ങൾ കാണിച്ച ക്ലിപ്പിംഗ്സ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു ഷെഡ്യൂളുണ്ട്. എന്താണ് ഷെഡ്യൂളിന്റെ ഉള്ളടക്കം എന്ന് കാണുന്ന ആർക്കും, ഒരു അനലിറ്റിക്കൽ ഈ വ്യൂ പോയിന്റ് ഉള്ള ആർക്കും അത് ഒരു സംശയവുമില്ലാതെ മനസ്സിലാവും. തൗഫീഖിനൊക്കെ ഏറ്റവും നന്നായി മനസ്സിലാവുന്ന ആൾക്കാരാണ്, എനിക്കറിയാമല്ലോ തൗഫീഖിന്. പക്ഷെ അത് പറയാൻ കഴിയില്ല, രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, അത് മറ്റൊരു കാര്യം. ഇവിടെ ഈ 4 പേർക്ക് എന്ത് ചെയ്യാനാണ് അങ്ങോട്ട് ചെന്നാൽ? സ്വാഭാവികമായ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, പിന്നെ അവിടെ കാണിച്ചത് എന്തായിരുന്നു? ന്യൂസ് 18ന്റെ വോയിസ് ക്ലിപ്പിൽ തന്നെ, ഓഡിയോ ക്ലിപ്പിൽ തന്നെ കാണിച്ചത് എന്തായിരുന്നു? ഓഡിയോ വീഡിയോ രണ്ടും കൂടെ ചേർന്നു. വീണ ജോർജ് പറയുന്നു, ആരോടാണ് പറയുന്നത്? CM-നോടാണ് ഫോണിൽ കൂടെ സംസാരിക്കുന്നത്. എന്റെ കഴുത്തിന് കുഴപ്പമുണ്ട്, ഭയങ്കര വേദനയുണ്ട്, ഇതാണ് പറയുന്നത്. അവരുടെ കയ്യിലെ മുറിവിന്റെ ഒരൊറ്റ അക്ഷരം പോലും അവര് CM-നോട് സംസാരിക്കുന്നില്ല. നമ്മൾ കേൾക്കുകയല്ലേ ഇത്? അപ്പൊ എന്നാൽ തൗഫീഖ് പിന്നെ എന്തിനാണ് വെറുതെ അവർക്കിടന്ന് ഞാടുന്നത്? അവരുടെ കൈക്ക് മുറിവ് പറ്റി എന്താണ് ഇല്ലാതെ പോകുന്നത്? 3 മണിക്കൂർ ഉണ്ടായത് എന്തിനാ തൗഫീഖ് ഇങ്ങനെയൊക്കെ വെറുതെ സ്വയം വില കളയുന്നത്? ഇത് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിൽ അത്ര ഒരു പരാമർശമില്ല. കഴുത്തിന് പരിക്ക് പറ്റിയെന്നാണ് പറഞ്ഞത്. വീണ ജോർജ് പറയും എനിക്ക് കഴുത്തിനാണ് പ്രശ്നം എന്ന് അവർ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ചർച്ചയിൽ ഇരുന്ന് തൗഫീഖ് പറയുകയാണ് അവരുടെ എന്താണ് കയ്യിലെ പരിക്കിന്റെ പ്രശ്നം പറയാത്തതെന്ന്. അങ്ങനെ പോകരുത്, അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവാം, പക്ഷെ ഇത് ഞാൻ പറയുക മഞ്ജുഷെ, ഇന്ന് കാണിച്ചത് KSUകാർക്ക് തമ്മാടിത്തരമാണ്. അതിനാൽ മറ്റൊരു വാക്കും യോഗ്യമേ അല്ല, അനുയോജിക്കുന്ന മറ്റൊരു പദവുമില്ല. തമ്മാടിത്തരമാണ്, സംശയമൊന്നും വേണ്ട. തൗഫീഖിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. ഇതിന് ഉമ്മൻചാണ്ടിയുടെ 2003 ഒക്ടോബർ 27 കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധ സമരമാണെന്നും അതിന്റെ താരതമ്യപ്പെടുത്തുന്നത് മറ്റ് കോടതിയാണ്. ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടായത്, എന്തായിരുന്നു അതിന്റെ കാരണം, എത്ര പേർക്ക് എന്തായിരുന്നു 2024 കേസിന് വന്ന വിധി, അതൊക്കെ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. താല്പര്യമുള്ള സമയം മഞ്ജുഷ തന്നാൽ മതി. അതുകൊണ്ട് ഞാൻ ഇത്ര സൂചിപ്പിക്കുന്നുള്ളൂ. അങ്ങനെയൊന്നും പറഞ്ഞു പോകുന്നു. ഇതിൻ്റെ അകത്ത് റീത്ത് വെച്ചത് ആരുടെ നേരെയായിരുന്നു? ആരുടെ വസതിക്ക് മുമ്പിലാണ് റീത്ത് കൊണ്ടുവച്ചത്? അപ്പൊ അവര് വീണ ജോർജ് ആരോഗ്യമന്ത്രി ടാർഗറ്റഡ് ആണ് എന്ന് തെളിയിച്ചവരാരാണ്? ഈ UDF-ഉം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ തന്നെ തെളിയിച്ചു. ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ തൗഫീഖ് അതിനുള്ള മറുപടി ഒരു ടാർഗറ്റ് ആക്കി എടുത്തിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.